തിരൂരങ്ങാടി ചെറുമുക്ക് ആമ്പൽപ്പാടത്ത് ചൂണ്ടയിടൽ മത്സരം സംഘടിപ്പിച്ചു. ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മയും ചെറുമുക്ക് വിസ്മയ ക്ലബും സംയുക്തമായാണ് അഖില കേരള ചൂണ്ടയിടൽ മത്സരം സംഘടിപ്പിച്ചത്. ചെറുമുക്ക് ആമ്പൽപ്പാടത്ത് തിങ്ങി നിറഞ്ഞ വെള്ളത്തിൽ ജില്ലയിൽ നിന്നും ജില്ലയ്ക്ക് പുറത്തുനിന്നുമായി പ്രായഭേദമന്യേ നൂറുകണക്കിന് മത്സരാർത്ഥികൾ പങ്കെടുത്തു. വ്യത്യസ്തമായ മത്സരം കാണാൻ അനവധി കാഴ്ചക്കാരെത്തി. വർഷങ്ങൾക്ക് മുൻപ് നാട്ടുംപുറങ്ങളിലെ കുട്ടികളുടെയും കൗമാരക്കാരുടെയും പ്രായമായവരുടെയും യുവാക്കളുടെയും ഹരമായിരുന്ന ചൂണ്ടയിടൽ പഴമയിലേക്കുള്ള തിരിച്ചുപോക്കായി. കോവിഡ് കാലത്തും ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ ചെറുമുക്കിലെ ഒരു കൂട്ടം യുവാക്കളുടെ ശ്രമത്താൽ ചൂണ്ടയിടൽ മത്സരം സംഘടിപ്പിച്ചിരുന്നു. ചൂണ്ടയിടലിന്റെ നഷ്ടപ്പെട്ടു പോയ പ്രതാപത്തെ തിരിച്ചുപിടിക്കുന്നതിനൊപ്പം മൊബൈൽ സ്ക്രീനുകൾക്ക് വിശ്രമം നൽകി യുവതലമുറയെ ആരോഗ്യവാന്മാരാക്കുക എന്ന ലക്ഷ്യം കൂടിയാണ് കൂട്ടായ്മ മുന്നോട്ട് വെക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്ക് രജിസ്ട്രേഷനോട് കൂടി തുടങ്ങിയ മത്സരം വൈകുന്നേരം 6 മണിക്ക് അവസാനിച്ചു. മത്സരത്തിൽ 1.5 മീറ്റർ അകലം പാലിച്ച് ഒരു സമയത്ത് 5 പേർ വീതമാണ് ചൂണ്ടയിട്ടിരുന്നത്. ഓരോ റൗണ്ടിലും 1-2 സ്ഥാനക്കാരെ തെരഞ്ഞെടുത്ത് ഫൈനൽ മത്സരം സംഘടിപ്പിച്ചു. തിമർത്തു പെയ്യുന്ന മഴയിലും 50ലധികം മത്സരാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയത്. TJR ഫിഷിംഗ് ബ്ലോക്ക് AR നഗർ VK പടി PP സയ്യിദ് 1ാം സ്ഥാനവും തിരൂരങ്ങാടി കക്കാട് സോക്കർ കിങ് 2ഉം 3ഉം സ്ഥാനവും കരസ്ഥമാക്കി. തിരൂരങ്ങാടി താലൂക്ക് തഹസിൽദാർ ഫ്രാൻസിംഗ് വിജയികൾക്കുള്ള ട്രോഫിയും ക്യാഷ് പ്രൈസും നൽകി. ഫുട്ബോൾ കളിക്കാറുണ്ട്, ക്രിക്കറ്റ് കളിക്കാറുണ്ട്, ഷട്ടിൽ കളിക്കാറുണ്ട്, ചെസ് കളിക്കാറുണ്ട്. ഇങ്ങനത്തെ ഒരു ചൂണ്ടയിടൽ മത്സരം അതൊരു വളരെ പുതുമയാണ്. മനസ്സിലാക്കാനൊരു അവസരം എനിക്ക് തന്നതിന് സുഹൃത്ത് ശ്രീ മുസ്തഫ കൗലിയുടെ കേരളം കൂടിയാണ്. തലക്കോസിന്റെ പരിസരത്ത് തന്നെ ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് അഭിനന്ദനം നടത്തുന്നത്. ക്ലബ് അംഗങ്ങളായ VP നബീൽ, VP മുനാഫിർ, ചക്കുങ്ങൽ സിനാൻ, VP നിഹാൽ, കൂട്ടായ്മ അംഗങ്ങളായ VP ഖാദർ ഹാജി, മുസ്തഫ ചെറുമുക്ക്, പനക്കൽ ബഷീർ, ചോലയിൽ ഹംസ തുടങ്ങിയവർ നേതൃത്വം നൽകി. CTV ന്യൂസ്, തിരൂരങ്ങാടി. Chamano International Jewelers, traditionally trusted for 160 years.